കൊറേ നേരം ഇരുന്നിരുന്ന് മുഷി ഞാൻ മൈൻഫൊക്കെ അളിയാ. ഞാൻ ഇവനെ ഞാൻ പറയണില്ല, ഇത് കഴിയുമ്പോ ഞാൻ വിളിക്കും. അല്ലടേ അങ്ങനത്തെ പ്ലാനിലല്ലായിരുന്നു അളിയാ. ഞാൻ അതല്ല, ഞാൻ ഇവന് 2 ദിവസമായിട്ട് വിളിക്കുവാളി. ഇതിന്റെ രാത്രി എല്ലാ ദിവസവും മെസ്സേജ് അയക്കുവാളി ഇവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഒരുമാതിരി ഇവനെ മറ്റേ ഫോഴ്സ് ചെയ്യണത് പോലെയായി എനിക്കിപ്പോ പറഞ്ഞ് എന്റെ ആവശ്യമല്ലല്ലോ അളിയാ. LPC വണ്ടി ഉണ്ട്, സൂക്ഷിച്ചോണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. അളിയാ സോറി. അളിയാ എടാ ഇപ്പോ എവിടെ കയറി വരുന്നു നീ? അതിന്റെ പിറകിൽ എന്റെ ചന്തിയില് എന്റെ ഫ്രണ്ടില് രണ്ടും പൊരുത്തിരിക്കുന്നു. കേട്ടിക്കാൻ പോണടാ നീ. എന്റെ തന്തി കുരുങ്ങിരി, നീ അളപ്പിച്ചോണ്ടിരി, നീ പട്ടിയാ. അപ്പോ എല്ലാം കയറി. അവിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല, തിരിച്ചു കഴിയുമല്ലോ. എനിക്കറിയാല ഇവൻ അവൻ ഒരു കടം കിടപ്പുണ്ടായിരുന്നേ. മനസ്സിലായല്ലേ? എടാ എവിടെ പോണ്? കാട്ടിപ്പോനല്ല പറഞ്ഞത്, അവനെ പണ്ണാൻ പോവാ. എല്ലാ കാട്ടിലും പോകുന്നുണ്ടോ നീ? ഞാൻ ഒരു ഓട്ടോറിക്ഷ മന്ത്രമൊക്കെ ചൊല്ലുന്നു ടീമായിരുന്നു. എന്തുവാടാ എനിക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മളെ കഴിവൊക്കെ പോയിട്ട് നമ്മള് ബില്ലുവിന്റെ ആശയം പിറകൊക്കെ വരുന്ന ഒരു ആഗ്രഹം ഉണ്ട്. അവരെങ്ങനെ കളിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണാം. നമുക്ക് കണ്ണ് കിട്ടാളിയാ. എടാ അല്ല, നീ ഇത്രയും പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിള്ളേരെ, മനസ്സിലായോ? അളിയാ നീ കഴിവില്ലാത്തോണ്ട് നീ അവിടെ കളിക്കാൻ വരാത്തതിന്റെ കഴിവില്ലാത്തോണ്ടല്ലടാ മൈദ ഈ ടേബിൾ നീ വന്ന് ലൈവ് ഇട്. മര്യാദക്ക് ഒരു ലാപ്പിൽ ഫ്രണ്ടിൽ പോവാണെങ്കിൽ മാത്രം കളിക്കും. ഒന്ന് ബാക്കിൽ അപ്പ വലിച്ചൂരി ഓടും. നീ ഇവിടെ 2 ദിവസം കഴിയുമ്പോ എടുത്തില്ലേ കളി? രണ്ടാമതാടാ ചെറുക്കൻ ജയിക്കല്ലോടാ കളിക്കൂട്ടം. രണ്ടാമത് കണ്ടിട്ടുണ്ടോ അളിയാ? അയ്യോ പറഞ്ഞത് അവിടെ നിന്നടാവൻ. എന്തൊരു വായി അവിടെ ഇതിനകത്ത് പ്രിൻസസിന്റെ കളിയില്ലേ? നീ യൂട്യൂബിൽ പഴയ മാച്ചിരുന്നാണല്ലോ നിന്റെ? ഇല്ലല്ലേ, നമ്മളെ യൂറോ കപ്പ് അടിച്ചതിന്റെ മറ്റേ ഫൈനൽ ഇരുന്നാണ് പറഞ്ഞത്. അതിന് കാണും, അതൊക്കെ ഇനി പറ്റൂ. അത് മെസ്സി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോടാ, വേൾഡ് കപ്പ് പഠിക്കുന്നതിനേക്കാളും പാടാ യൂറോ കപ്പ് പഠിക്കാനാണ്. അങ്ങനെ മെസ്സി പറഞ്ഞായിരുന്നു. നല്ല കരച്ചിലല്ലേ, നല്ല കരച്ചിൽ, സൂപ്പർ വേൾഡ് കപ്പ്, സൂപ്പർ സൂപ്പർ. നീ ഒന്ന് കരയടാ. ഇതൊന്ന് ഒതുക്കിയതേ ഉള്ളു ചേട്ടാ. ഇതിപ്പോ ഇപ്പൊ തുടങ്ങും കൊറേ എണ്ണം. ചുമ്മാ ഞാൻ അറിഞ്ഞില്ലടാ, ഞാനിപ്പൊ കേറി വന്നേ. ഇത് നിനക്ക് വാർന്ന് പറഞ്ഞില്ലടാ ഗോപു. മാനം കെട്ടാൻ എനിക്ക് സംഭവിച്ചത്
എനിക്ക് ഈ പണ്ടാരം മഞ്ഞ് വന്നത് വണ്ടിയും കണ്ടുകൂടാ. കാണുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ല. ഞാൻ വരവോക്കി പോവാ. എന്റെ ഹെഡ്ലൈറ്റിന്റെ മറ്റേ ഇത് മാത്രമേ കാണാവൂ, മറ്റേ മിസ്റ്റ് പോലെ. ഇത് സത്യം പറഞ്ഞില്ല, ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്താൽ കുറച്ചും കൂടെ കൂടുതൽ ഓടിക്കാൻ പറ്റും. ഇതാരും എന്റെ ഫ്രണ്ടിൽ പോയേ. ബോട്ട് വരുന്നു. ഞാൻ മാപ്പ് നോക്കി ഓടിക്കാം, അത് നടക്കൂല. റോഡ് നോക്കി ഓടിക്കാൻ എന്തുവാടാ പോകോ? ഒരു വഴി മാറി. എന്ത് പോക്കാ പോകുന്നേ? എടാ എടാ ചാറ്റ ചുമ്മാ അരിയടാ വന്ന് അവത്തൊത്തി വന്നു. നിനക്കൊന്ന് പറഞ്ഞിടാ പോക്ക്. ഞാൻ തിരിയാൻ പറ്റൂല. നീ പറഞ്ഞുകൂടെ എന്റെ അടുത്ത് വരുമ്പോഴേ അളിയാണ്ട് ചാറ്റ നമ്മള് തമാശക്ക് എപ്പോഴും അടിപൊളിയല്ല. അവര് സത്യത്തിൽ ഞാക്ക് പറഞ്ഞു പോയി. എങ്ങനെ ഓടിക്കുന്നടാ അതിനകത്ത് പോകാം. എടാ 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 സാമാനം ഇല്ലാത്തവനെ കണ്ണാടി നോക്കി വിളിക്കാന്നോ? കണ്ണാടി നിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല. കണ്ണാടി നിന്റെ ഫോട്ടോ അടിക്കുന്നത് നിന്റെ ഫോട്ടോ കാണാലോ, നിന്നെ നേരെ കാണാമല്ലോ. നിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ നിന്നെ തന്നെ ചെക്ക് പോയിന്റ് മിസ്സായോ? ഡാമിറ്റ് പറയടാ. ഡാമിറ്റ് അയ്യേ നല്ലപോലെ ഓടിച്ചോണ്ട് വന്ന ആശ. എടാ അണ്ടി എടാ ഗോകുൽ പയ്യൻ ഗ്ലൗസ് ഒക്കെ ഇട്ടാ ഓടിക്കുന്നത്. എന്റെ വ്യൂ എന്തെങ്കിലും പിന്നെയും കണ്ടുകൂടാ. ഇനി എനിക്ക് എങ്ങനെ മൗസ് എടുത്തിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ അടിയുന്ന. അല്ല FPPയില് മറ്റേ ഇതാ ഇനി അപ്പുറത്ത് മൗസ് എടുത്ത് അപ്പുറത്ത് മോണിറ്ററിൽ പോയി നിന്റെ ചാനലിനകത്ത് പോയി ക്ലിക്ക് ചെയ്ത് അത് മ്യൂട്ട് ചെയ്തിരുന്ന് കാണാമെന്നുള്ള ശേഷി എനിക്കില്ല. അർജന്റീന മാച്ച് ഉണ്ടായതുകൊണ്ട് നൈറ്റ് ലൈവ് ഇല്ല. ഇതിപ്പോ നൈറ്റ് അല്ലേ? അല്ലെങ്കിൽ നിക്കോൺ എന്ന് പറയുന്നതിന് ബുദ്ധിയില്ല, വിവരവും ഇല്ല. നൈറ്റ് ലൈവ് ഇല്ലാന്ന്. അപ്പൊ നൈറ്റ് ലൈവ് ചെയ്തോണ്ടിരിക്കുവാ. നൈറ്റ് ലൈവ് ഇല്ലാന്ന് കളി ഉള്ളതുകൊണ്ട് ബ്രാവോ തമാശ പറഞ്ഞു അവിടെ നിന്നും പോയി. നീ ഇടിച്ചിട്ട് പോയിട്ട് അവിടെ മരം ഉണ്ടല്ലോ. വണ്ടി വരുന്നുണ്ടേ. ഞാൻ ഊഹം വെച്ചാ പോകുന്നത്. സത്യല്ലേ? നമ്മുടെയൊക്കെ പകുതി ആത്മാർത്ഥത മെസ്സിക്ക് റൊണാൾഡോ കണ്ടാൽ മതിയായിരുന്നു. എടാ ചുമ്മാ എടാ ചാറ്റിനകത്ത് എല്ലാം കൂടെ കിടന്നു ഇതൊക്കെ ജയിച്ചാത്ത പാട് നോക്കി. നീ വീണ്ടും അതെടുത്തിട്ടിരുന്നില്ല. ഒന്ന് ഇഗ്നോർ ചെയ്യാ ജോക്കി, പ്ലീസ് ജോക്കി. അല്ല ഞാൻ സത്യം പറഞ്ഞതാ. ഞാനത് മോഡല്ലേ. എടാ നീ ഒരു 1 മില്യൺ പെട്ടെന്ന് അടിക്കൂ. എത്ര ചാനൽ എനിക്കൊരു മറ്റേ ഡയമണ്ട് ബട്ടൺ എന്താ വില്ലു ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഡയമണ്ട് ബട്ടൺ അല്ലടേ മറ്റേ ബട്ടൺ. ഓ ഇനിയും വേണം 1,25,000 സബ്സ്ക്രൈബേഴ്സ്. മാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഡിസംബറിന് മുന്നേ ആക്കാം. മിസ്റ്റർ പീസിന്റെ 500 മില്യന്റെ ഫ്ലാഗ് കേട്ടോ. ഞാൻ അവന്റെ ഒന്നും കാണാറൊന്നുമില്ല. അവനേതാ? എടാ ഒരുത്ത ഇവിടെ മാഞ്ഞു. അയ്യോ ഒരു വണ്ടി എടുത്തോട്ടെ. എടാ 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 കൊറേ നേരം എന്റെ ചന്തിട്ട് ഈ വില്ലുമോന്റെ ആഷ് ഹൂട്ടലിന്റെ തന്തോടാ അറ്റത്ത് പൂവ്. നിനക്ക് എന്തിനു പറ്റി? എനിക്കൊരു കറി കാണുന്നില്ല. ഞാൻ മരം നോക്കിയാ ഞാൻ പോണത്.
ഈകളെ നീ അല്ല ഗോകു നീ ഒന്ന് പുറകെ പോലും അല്ലല്ലോടാ എന്റെ. അയ്യോ കണ്ടില്ലല്ലേ അത്? നൈസടാ ഈകളെ, നൈസ് നൈസ് നൈസ്. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ഫോക്കസ് ചെയ്താണ് ഓടിക്കുന്നത്. ഞാൻ ഇന്ന് എന്റെ അടുത്ത് പറ്റുന്നില്ല, നീ ഒന്ന് ഇറങ്ങിപ്പോയേ. നീയാണ് എന്റെ കലികാലം. നീ വന്ന് എപ്പോ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ പറകില്ലേ. അല്ല ഓടിക്കാൻ അറിയാത്തോണ്ടല്ലോ. എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് നീ ഇരുപിടിരുന്ന എനിക്ക് വാ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കോളിയാ. ഞാൻ വേണ്ടതില്ലടാ, ഞാൻ വേണ്ടതില്ല. വിഷമായാളിയാ? എനിക്ക് എന്തിനാ വിഷമം ഓടിയാ? എന്തിനാ വിഷമം? എടാ ഇവിടെ ഒരു വണ്ടി ഇടിച്ചിട്ട കാര്യം പറഞ്ഞില്ലല്ലോ നീ. ആര്, ഞാനോ? അല്ല ഇവൻ പളി അവിടെ ഇടിച്ചിട്ടുണ്ടോ കേട്ടോ. ആ ഇടിച്ചിട്ടായിരുന്നു അവിടെ അല്ലേ? സംസാരിച്ചല്ലേ, നമുക്ക് സംസാരിച്ചൊക്കെ പോവാം. അല്ല, ഞാൻ വേറെ കാര്യം പറയാൻ കഴിച്ചു. നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയുക, ഒരാളെ പുകഴ്ത്താൻ വേണ്ടി വേറൊരാളെ കുണ്ണത്തരം പറയുന്നവനാണ് ഏറ്റവും വലിയ കുണ്ണ. ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളുടെ അടുത്ത്. ഫാൻസും ഒക്കെ ഓക്കെയാണ്. ഈ മെസ്സിയെ കുള്ളെന്ന് വിളിക്കുന്നതും റൊണാൾഡോ പെനാൾഡോ എന്ന് വിളിക്കുന്നതും ഒക്കെ എല്ലാം ചെറ്റത്തരും. ആരും നല്ലതാണെന്ന് ഞാൻ പറയണില്ല. ട്രൂ ആയിട്ട് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന അല്ല ഒരു സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യൂല. ഞാനൊരു ഡൈഹാർഡ് ധോണി ഫാനാ. ആ സമയത്ത് ഒരുപാട് കമ്പാരിസൺസ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. എന്നേരം കൂടെ അപ്പുറത്തേക്കുന്ന ഒരാളെ പേഴ്സണലി ഉള്ള മറ്റേ ഇതൊന്നും വെച്ച് കളിയാക്കുക, അല്ലെങ്കിൽ ഒരാളുടെ അപ്പിയറൻസ്, ഇത് നീളം, കളറ്, ഇതൊക്കെ വെച്ച് കളിയാക്കുക എന്ന് പറഞ്ഞാൽ എ ക്ലാസ് കുണ്ണത്തരമാണ്. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഹെൽത്തി ആയിട്ട് പറയും. കാരണം ഈ ലെജൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുന്നതും. നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ഈ സീസണൊക്കെ വരുമ്പോൾ ഒരു ഫ്ലെക്സിന് ഓപ്പോസിറ്റ് വെക്കാൻ ഒരു ഫ്ലെക്സ് ഉണ്ടെങ്കിലേ ആ കോമ്പറ്റീഷൻ ഒരു ഇത് വരത്തുള്ളൂ. മനസ്സിലായ? അത് ഉള്ളതുകൊണ്ട് അത് ആ പേര് അവരുണ്ടാക്കിയെടുത്ത പേരാ അത്. അതിന് നിങ്ങൾക്ക് കളി വരുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാം, പറയാം. പക്ഷേ ഇമാതിരി കുണ്ണത്തരം പറയണതുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഇരുന്ന് പോസ്റ്റ് ഇടുന്നതൊക്കെ കണ്ടായിരുന്നു. മയിൽ ഓരോന്ന് കണ്ട് അടിച്ചവനെയൊക്കെ തിരിച്ചു കൊടുക്കണം. അവനെയൊക്കെ കുണ്ണത്തരം മാത്രം. ലൈവ് പേരെടുത്തങ്ങ് പറയും. അല്ല, എനിക്ക് പേര് പറയാൻ പേടിയൊന്നുമില്ല. അശ്വന്ത് ഗോത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവനെ പോസ്റ്റ് ഇട്ട് കണ്ടില്ലേ? അവനിട്ട പോസ്റ്റിനകത്ത് അവൻ പറഞ്ഞിട്ടില്ല എനിക്ക് പേടി. അവനെ പേടിക്കുക. അവനാര് പേടിക്കുന്ന നല്ലടാ. ഇത് പറയുമ്പോ കുറെ ആൾക്കാർ കേൾക്കത്തില്ല. എനിക്കങ്ങനെ നോക്കാം ആവശ്യമില്ല ജോക്കി. ഞാൻ സ്പോർട്സ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാ ജോക്കി. ആ സ്പോർട്സ് ഒരാളെ പറ്റി എന്തോ ഇടണേ. അങ്ങനെ ഫാൻ ഓഫ് മെസ്സി ഓക്കെ എന്നൊരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ വെറും ഒന്നും അല്ലാത്ത ആളാക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഫുട്ബോൾ കാണുന്നവരോട് എനിക്ക് തോന്നില്ല അങ്ങനെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ട്രൂവായിട്ടുള്ള ഒരാൾ അങ്ങനെ പറയുമെന്ന്. ദയവേത് അത് ചെയ്യല്ലേ കേസ്. ദയവേത് അത് ചെയ്യരുത്. നിങ്ങളത് ചെയ്യരുത്. കുറച്ചൊക്കെ ഫുട്ബോളിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളങ്ങനെ മറ്റേ പേഴ്സണൽ ഹ്യൂമിലൈസേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് ഇതാക്കുന്ന ഫുള്ളെന്നും മറ്റേ അതും ഇതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കണ പരിപാടി നിർത്തും. എത്ര മണി കിടക്കാളി? എത്ര മണിയാ കളി? 9:30-ക്കാണോ? 9:30-ക്കാണോ? വഴി മാറി പോയി. കണ്ണാടി ഇട്ടേക്കുന്നോണ്ടാണോ ഇവന് നല്ലോണം കാണാമോ? ആർക്കാ? എനിക്ക് നല്ലോണം കാണുന്നില്ലല്ലോ. എന്റെ POV നോക്കി ലൈവില്.
എന്നാ ഞാനും ടീമാണെന്ന് നേച്ചോ റോഡിൽ നിട്ടില്ല. ഞാൻ ഫുള്ള് റോഡിൽ കൂടെ ആണ് പോണെന്നാണോ വിചാരം? ഇവിടെ ലൈവ് ആണെന്നോട് കാട് വെട്ടി മല വെട്ടിയാണ് പോണത് ഞാൻ. ടീമൻ ഡാമിൽ പോയി. എനിക്ക് കണ്ടില്ല വഴി. ഇവിടെ ഇതെന്തുകൂടെ നിന്നതിനകത്ത് 2 ഷിഫ്റ്റർ ഇരിക്കുന്നത്? 2 ഷിഫ്റ്ററായിട്ട് ഒരെണ്ണം ഹാൻഡ് ബ്രേക്ക് ഒരെണ്ണം സീക്വൻസ് ഷിഫ്റ്റർ. ഓ, ഈ സ്റ്റിയറിംഗിനകത്ത് പാഡൽ ഷിഫ്റ്റർ ഉണ്ടല്ലേ? ഇരിക്കുന്ന ദിവസം ഓ, ഇതിപ്പോ ലോഗോ വെക്കണല്ലേടാ മോസയുടെ? ആ ലോകം ഇതിന്റെ മാക്സിമം RPM ഇതാണ് കേട്ടോ. ഇതില് ഗിയർ മോശയുടെ ലോഗോ വയ്ക്കുന്നതിനൊന്നും ഒരു ഇതുമില്ല, കുഴപ്പമില്ല. അത്രയ്ക്കും ബിൽഡ് ക്വാളിറ്റിയും എല്ലാം നൈസാണ്. അതൊരു അച്ചീവ്മെന്റാ ശരിക്കും. അതെ, കാട്ടിപ്പോയത്. ആ കോമഡി ആരെല്ലാം ശ്രദ്ധിക്കണം അതിന്റെ ഇടയിൽ കൂടെ. ഛർദിലൊന്നും എന്നാ പിന്നെ ക്ലോസറ്റ് ഇരിക്കുവോ? പോയോടാ പശ പോയാടാന്നോ? ഇത് പശ എന്നാണോടാ കുണ്ട? എന്നെയാണോ നീ വിളിച്ചത്? അല്ലല്ല, വണ്ടി കൊണ്ട് ഒരുത്തം വന്നേക്കുന്നു കാട്ടിക്കൂടെ രാത്രി. എവിടെ? തലവേദന എടുക്കുന്നു. വെട്ടിക്കളല്ലേ? ആ കോമഡിക്ക് ആരെങ്കിലും ഒന്ന് ചിരിക്കണ്ട. ഒരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുക അങ്ങ് ചോക്കി ബ്രോ. ടേബിളിനെ ഉള്ളു സ്നേഹം. ടേബിളിന്റെ ഉള്ളു സ്നേഹം. അവൻ കഴിച്ചേ. ആൽറണ്ടേ കളിക്കണ്ടടാ. കളിക്കണം തൊട്ടിട്ട് പല 2 വീക്സ് ആയെന്ന് തോന്നുന്നു. എനിക്കാണ്, ഞാൻ 1 മാസം കണ്ടായി, 2 മാസം കണ്ട്. നിങ്ങൾക്കും പനി വരുമ്പോ ടാബ്ലറ്റ് കഴിക്കാറുണ്ടോ? ചെറുക്കനെ കളിയാക്കിയടാ. ടാബ്ലറ്റ് കഴിക്കാറുണ്ടോ നിങ്ങള്? നമുക്ക് സീരിയസ്ലി ഉണ്ടല്ലോ അതിന്റെ കൗണ്ടർ എല്ലാം ഭയങ്കര ശോകം കേട്ടോ. ആണോ? ദീപിനെ ഭയങ്കര ശരിയായിരുന്നു അവരേക്കുന്നത്. കേട്ടില്ലല്ലേ എന്താ നിന്റെ ഭയങ്കര കോമഡി നിന്റെ വിചാരം? അല്ലല്ല, എന്റെ ഒന്നും അല്ല, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാ നിന്റെ ശോകമാണ്. ഈ മനസ്സിലാക്കണം അത് നിന്റെ കാര്യം. എടാ എനിക്കങ്ങ് വിശപ്പാടാ, എത്ര തിന്നാലും. ഓർഡർ ചെയ്ത് കഴിക്ക് ഫുഡ്. എന്താടാ റെഗുലർ ഇതിന്റെ പ്രശ്നം? ഇതേതൊന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി മറ്റേ ടാബ്ലറ്റ് വാങ്ങിക്കാം. ടാബ്ലറ്റ് ഏത് ടാബ്ലറ്റ് മെഡിക്കൽ സ്റ്റോറിൽ? മറ്റേ ഈ ബോമിനുള്ള ടാബ്ലറ്റ്. വിരക്കുള്ള മരുന്ന്. അത് വേവല്ല, വേവ് വരാൻ എന്താ വയറ്റിൽ നിന്ന് തിരമാല വരുന്നത്. അല്ല ഡീവ നല്ല 6 മാസം ചെയ്യും. അത് അതിന്റെ വിരയാ, അത് ഇങ്ങനെ പറയും വിരയോ? ഡീവം 6 മാസം കൂടുമ്പോ ചെയ്യണല്ലേ? ഡീമൺ അല്ലടാ, ഡീവം. ദീപം അങ്ങനെ ദീപം. എനിക്കെന്നെ പറഞ്ഞ് നേരത്തെ വന്നൂടായിരുന്നു കയ്യില്. ജയിച്ചടാ നമ്മള് ജയിച്ചാ. അബ്സല്യൂട്ട്ലി ഷിറ്റ് എന്ന് പറയില്ലേ. എന്റെ ഫ്രണ്ടിൽ ഒരാള് ഫ്രം ദ സ്റ്റാർട്ട് വേണ്ടി കേറിയിട്ടില്ല. ആരാ പറഞ്ഞത്? മരമണ്ടം കേറിയതാ. ആരാടാ ആയികളത് പറഞ്ഞ? അല്ലല്ല, ഒരു ചാറ്റില്